ഇന്ന് ദുനിയാവിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ വലിയ സ്ഥാനവും മാനവും പദവിയും അലങ്കരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട അത് ഒരു വർഷം കൊണ്ടല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, അതൊരു പുരുഷായുസ്സിന്റെ ജീവിതമാണ്. അതൊരു പുരുഷായുസ്സിന്റെ അശ്രാന്ത പരിശ്രമങ്ങളുടെ ശ്രമഫലമാണ്. നമ്മൾ അത് തിരിച്ചറിയണം. പഠിക്കുന്ന സമയത്ത് ഒരേ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ജോഡി വെള്ള ഡ്രസ്സ് മാത്രം. ആ വസ്ത്രം ഇന്ന് ധരിച്ചാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മുണ്ടു മാത്രം ഉടുത്തിട്ട് ആ വസ്ത്രം മലക്കിയിടും. എന്നിട്ട് സുബഹിക്ക് ആ നനഞ്ഞ വസ്ത്രം പോയി ഇട്ടിട്ടാണ് സുബഹി നിസ്കരിക്കുക. അങ്ങനെയാണ് മുതഅല്ലിമായിട്ട് ജീവിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ അവറുകൾ. ആ വസ്ത്രം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ധരിക്കും, ഇത് അലക്കും. വളരെ സന്തോഷകരമായ ജീവിതം. പക്ഷെ നീണ്ടുനിന്നില്ല, ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു യാചകനായ, യാത്രക്കാരനായ, ഭിക്ഷുവായ, തപസ്വിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഉസ്താദിനോട് പറയുന്നു, മോനെ, ചെറിയ മുതഅല്ലിമാണ്, മനസ്സില്ല, വെളുവെളുത്ത സുന്ദരമായ താടിയുള്ള വന്യവയോധികനെ നമ്മൾ ആലോചിക്കേണ്ട. നമ്മളെപ്പോലെ വളരെ ചെറിയ പ്രായത്തിലുള്ള കാലത്ത് ഭിക്ഷുവായ മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, ഉസ്താദേ, മോനെ, എനിക്ക് വസ്ത്രമില്ല, എനിക്കൊരു വസ്ത്രം തരണം. എനിക്ക് വസ്ത്രമില്ല, എനിക്കൊരു വസ്ത്രം തരണം. ആ പുതുതായി ലഭിച്ച വസ്ത്രം നന്നായി മടക്കിയിട്ടതാ കവറിലിട്ട മനുഷ്യന് കൊടുക്കുന്നു. ഏറെക്കാലത്തിനു ശേഷം 2 ജോഡി ഡ്രസ് തന്റെ കയ്യിൽ വന്ന് ദിവസങ്ങൾക്കകം അത് ദാനം ചെയ്യുകയാണ്. ഇതാണ് വിശ്രുതരായ പണ്ഡിതരുടെ പദവികൾക്കുള്ള ആധാരം. ആത്മാർത്ഥതയാണ് അവരുടെ ജീവിതം. അവർക്ക് ദീന് വിൽക്കേണ്ട കാര്യമില്ല, വിജ്ഞാനം വളച്ചൊടിക്കേണ്ട കാര്യമില്ല. നേരായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതരായ അഗ്രേസരരായ നേതൃത്വത്തെ ആജ്ഞാനുവർത്തികളായി സ്വീകരിക്കുകയല്ലാതെ പാവപ്പെട്ട നമുക്ക് യാതൊരു നിർവാഹവുമില്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞൊരു ലീവിന് വേണ്ടിയിട്ട്, മാസങ്ങൾക്ക് ശേഷമാണ് ലീവ് കിട്ടുക, ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നപ്പോ ഒരു പൊതി, ഒരു സാധനമുണ്ട് ഉസ്താദിന്റെ പേരിൽ. അനങ്ങാപ്പൊയിൽ അബൂബക്കറിന്റെ പേരിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി അങ്ങ് പൊളിച്ചപ്പോ ഒരു ഡ്രസ്സും, ഒരു ജോഡി ഡ്രസ്സുമുണ്ട്, ഒരു എഴുത്തുമുണ്ട്. ആ എഴുത്തിൽ എന്താണെന്നറിയുമോ? മോനെ അബൂബക്കറേ, ഈ വസ്ത്രം നീ തന്നെ ധരിക്കണം കേട്ടോ, മറ്റാർക്കും ഇത് കൊടുക്കരുത് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഉസ്താദ് അവറുകൾ കരഞ്ഞുപോയി. ഏതോ ഒരു മനുഷ്യൻ താൻ കൊടുത്ത വസ്ത്രം വേറെ ഒരാൾക്ക് ദാനം ചെയ്തുവെന്നറിഞ്ഞപ്പോ വേറൊരു വസ്ത്രം കൊടുത്തയച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് നീ തന്നെ ഉടുക്കണം, വേറെ ആർക്കും കൊടുക്കരുത്. ഇത്തരത്തിലുള്ള വിശ്രുതരായ പണ്ഡിതരാണ് നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ. ഞാൻ നീട്ടി വലിച്ചു പറഞ്ഞ് ഇന്നത്തെ ആധ്യാത്മികമായ ബുറുദയുടെ പ്രകീർത്തനത്തിന്റെ ആസ്വാദനത്തിന്റെ സദസ്സ് അതിന് വിള്ളല് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മനസ്സിന്റെ ഒരു കോണിലും പണ്ഡിത വിസ്തൃതരെ ഒരു തരത്തിലും താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ചിന്തിക്കാതെ മഹത്തുക്കളോട് ആജ്ഞാനുവർത്തികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.